ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചായക്കടയിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പഴംപൊരിയുടെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. അപ്പോൾ മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഇനി പഴംപൊരി നന്നായിട്ട് തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 2 നുള്ളു സോഡാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. സോഡാപ്പൊടിയും പഞ്ചസാരയും ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കട്ടിയുള്ളൊരു മാവാക്കി എടുക്കണം. വെള്ളം ഒന്നാകെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒന്നാകെ ചേർത്താൽ മാവ് ലൂസായി പോവും. ഞാനിതിലേക്ക് ചേർത്ത വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 1 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു കട്ടിയിലാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിയ മാവ് ഇതിനേക്കാൾ ലൂസാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്തിട്ട് ഈ ഒരു കട്ടിയിലാക്കി എടുത്താൽ മതി. ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 പഴാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ പഴംപൊരി വേണ്ടത് അതിനനുസരിച്ച് പഴം മുറിച്ചെടുത്താൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവ് തുറന്ന് നോക്കാം. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി മാവൊന്ന് ഇളക്കി കൊടുക്കണം. 15 മിനിറ്റിന് ശേഷം ഇങ്ങനെ ഇട്ടോ മാവ് ഉണ്ടാവുക. ഇനി മുറിച്ച് വെച്ച പഴത്തുനിന്ന് ഓരോ കഷ്ണം എടുത്ത് മാവിൽ ഇതുപോലെ മുക്കിയിട്ട് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം. തീ നന്നായിട്ട് തന്നെ കൂട്ടി വെക്കരുത് കേട്ടോ. മീഡിയം തീയിലിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിപ്പോവും തീ കൂട്ടി വെച്ചാൽ. പഴംപൊരി നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.